ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ രണ്ടാമത്തെ തിയറിയായ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയാണ്. കഴിഞ്ഞ തിയറി നമ്മൾ നോക്കിയത് ഇൻകം തിയറിയാണ്. ഇവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഇത് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡുറൻഡ്. കഴിഞ്ഞ തിയറിയും ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡുറൻഡാണ്. കഴിഞ്ഞ തിയറീൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ തിയറി. രണ്ടും ഒരാൾ തന്നെയാണ് പറഞ്ഞത്. ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും ഓപ്പോസിറ്റായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഇറെലവൻ്റ് തിയറിയാണ്. ആദ്യത്തെ തിയറി ഇൻകം തിയറി റിലവൻ്റ് ആണെങ്കിൽ ഇത് ഇറെലവൻ്റ് തിയറിയാണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുമ്പോൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂയിലോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലോ മാറ്റം വരുന്നില്ല എന്നാണ് ഈ തിയറി പറയുന്നത്. കഴിഞ്ഞ തിയറിയിൽ ഇൻകം തിയറിൻ്റെ അത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻകം തിയറിയിൽ പറഞ്ഞത് ഇങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുമ്പോൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂയിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറ്റം വരുമെന്നാണ് പറഞ്ഞതെങ്കിൽ ഈ തിയറി പറയുന്നു ഇങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നത് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേമിനെയോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ തിയറി പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ മാറ്റം വരുത്തുന്നത് എന്തിന് മാറ്റം വരുത്തില്ല, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം അതേപോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറ്റം വരുത്തുന്നില്ല എന്നാണ് ആര് പറയുന്നത്, ഡേവിഡ് ഡുറൻഡ് തന്നെ വീണ്ടും പറയുന്നത്. ആദ്യം പറഞ്ഞ് മാറ്റം വരുമെന്ന് പറഞ്ഞെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറിയിൽ അദ്ദേഹം എന്ത് സമർത്ഥിക്കുന്നു, മാറ്റം വരില്ല, ഈസ് നോട്ട് affected by the change in the capital structure and the overall cost of capital remain constant. നോക്കാം കുറച്ചുകൂടി വ്യക്തമായിട്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന് ദിസ് തിയറി ഈസ് ഡ്രാമാറ്റിക്കലി ഓപ്പോസിറ്റ് ടു net income approach. This tells us that capital structure decision is irrelevant to cost, capital and value of firm. Any change in leverage will not lead to any change in total value of firm and market price of shares, as the overall cost of capital is independent of the degree of leverage. In other words, according to this approach, changing capital structure of a company does not affect the market value of the firm and the overall cost of capital remain constant. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നത് മാർക്കറ്റ് വാല്യൂയിലോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ എന്ത് മാറ്റം വരുത്തുന്നില്ല, അത് കോൺസ്റ്റൻ്റ് തന്നെയാണ് എന്നാണ് ഈ തിയറി സമർത്ഥിക്കുന്നത്. ഇതിന് കുറച്ച് 2-3 ഇക്വേഷൻസും കൂടിയുണ്ട്, അതും കൂടി നോക്കാം. അണ്ടർ NIA approach, net operating approach, the total value of the firm is computed by capitalization the net operating income. ഇവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് നോക്കുന്നത് ബൈ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് ഇക്വേഷൻസ്. വാല്യൂ ഓഫ് ദ ഫേം കാണാൻ EB ആയിട്ട് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് V-D ആണ്. വാല്യൂ ഒന്ന് ഡെപ്റ്റ് കുറക്കുക. കാൽക്കുലേറ്റ് ബൈ ഡിഡക്റ്റിംഗ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഫ്രം ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ഈസ് കാൽക്കുലേറ്റഡ് E-VD. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. EBIT - I ഡിവൈഡഡ് ബൈ E കിട്ടാൻ V-D, V ഇവിടെ കിട്ടിയിട്ടുണ്ട്. EBIT ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, I ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്, വാല്യൂ ഓഫ് ദ ഫേം. ഈക്വേഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.